അസ്സലാമു അലൈക്കും. റമദാനിതാ വീണ്ടും നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് അല്ലേ? ഒരുപക്ഷെ നമ്മുടെ വീടുകളിലൊക്കെ പുറമെയുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ടാവാം. പക്ഷെ ഒരു നിമിഷം നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ് അതൊക്കെ ഈ അനുഗ്രഹീത മാസത്തെ സ്വീകരിക്കാൻ എത്രത്തോളം റെഡിയാണ്? അപ്പോൾ ഇന്ന് നമുക്ക് റമദാനു വേണ്ടിയുള്ള ഒരു ആന്തരിക യാത്രയെക്കുറിച്ച്, നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാം. നമുക്ക് ഈ ഒരു ചിന്ത തുടങ്ങാൻ പോകുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യത്തിൽ നിന്നാണ്. ചോദ്യം ഭയങ്കര സിമ്പിളാണ്, പക്ഷെ ഉത്തരം ചിലപ്പോൾ അത്ര എളുപ്പമായിരിക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശരിക്കും പ്രാധാന്യമുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനു വേണ്ടി, ഒരു യാത്രയോ അല്ലെങ്കിൽ ഒരു പരീക്ഷയോ ആകട്ടെ, നമ്മൾ എത്രമാത്രം പ്രിപ്പയർ ചെയ്യാറുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന റമദാനു വേണ്ടി നമ്മുടെ ഒരുക്കം എവിടെ എത്തി നിൽക്കുന്നു? അതെ, ഇവിടെയാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ് വരുന്നത്. നമ്മുടെ തയ്യാറെടുപ്പ് അത് വെറുമൊരു ഒരുക്കമല്ല, അത് തെളിവാണ്. നമ്മൾ ഒന്നിനുവേണ്ടി ഒരുങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്കതിനോട് അത്രയേറെ താൽപ്പര്യമുണ്ടെന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മുടെ ഈ തയ്യാറെടുപ്പ് തന്നെയാണ് റമദാനിനെ നമ്മൾ എത്രത്തോളം വിലമതിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. ഈ ആശയം ശരിക്കും മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ജുമുഅ നമസ്കാരത്തിൻ്റെ കാര്യമെടുത്താൽ മതി. ചിന്തിച്ചു നോക്കൂ, ഒരാൾ നേരത്തെ കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് ശാന്തനായി പള്ളിയിലേക്ക് പോകുന്നു. വെക്കുന്ന ഓരോ കാലടിക്കും പ്രതിഫലം, മലക്കുകളുടെ ലിസ്റ്റിൽ പേര്. ഇനി മറ്റൊരാളെ നോക്കൂ, അവസാന നിമിഷം ഓടിപ്പിടിച്ചു വരുന്നു. ചിലപ്പോൾ അയാൾക്ക് നമസ്കാരം കിട്ടിയേക്കാം, പക്ഷെ നേരത്തെ വന്നയാൾക്ക് കിട്ടിയ ആ വലിയ പ്രതിഫലം കിട്ടുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് റമലാനും. ഒരുങ്ങിച്ചെല്ലുന്നവന് കിട്ടുന്നത് വെറും നോമ്പും ദാഹവും മാത്രമല്ല, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഒരു പെരുമഴ തന്നെയാണ്. ഈ തയ്യാറെടുപ്പിന്റെ പ്രാധാന്യം അത് വെറും നമ്മുടെ ഒരു തോന്നലല്ല. പരിശുദ്ധ ഖുർആൻ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. തബൂക്ക് യുദ്ധത്തിൽ നിന്ന് മാറി നിന്ന കപടവിശ്വാസികളെക്കുറിച്ച് അള്ളാഹു പറയുന്നതെന്താണെന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. വലോ അറാദുൽ ഖുറൂജ ല അദ്ദു ലഹു അദ്ദത്തൻ. അതിന്റെ അർത്ഥമെന്താണെന്നറിയോ? അവർക്ക് പുറപ്പെടാൻ ശരിക്കും ഉദ്ദേശമുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും അവർ അതിനു വേണ്ട ഒരുക്കം നടത്തുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഇതിലും വ്യക്തമായി എങ്ങനെയാണ് അള്ളാഹു നമ്മളോട് പറയുക? നമ്മുടെ ഉദ്ദേശശുദ്ധിയുടെ യഥാർത്ഥ അളവുകോൽ നമ്മുടെ തയ്യാറെടുപ്പാണ്. ഓക്കെ, അപ്പോൾ ഒരുങ്ങണം എന്ന കാര്യം നമുക്ക് വ്യക്തമായി. അടുത്ത ചോദ്യം, എന്തിനു വേണ്ടിയാണ് ഈ ഒരുക്കം? എന്താണ് റമദാനിലെ യഥാർത്ഥ യുദ്ധം? അത് പുറത്തുള്ള ആരോടുമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള രണ്ട് വലിയ ശക്തികളോടാണ്. അതിലാദ്യത്തേത് നമ്മുടെ നഫ്സാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള വാക്കാണത് അല്ലേ? എന്താണ് ഈ നഫ്സ്? ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, ചിലപ്പോൾ വരുന്ന ദേഷ്യം, അസൂയ, നമ്മളെ തെറ്റിലേക്ക് വലിച്ചിഴയ്ക്കാൻ നോക്കുന്ന നമ്മുടെ ഉള്ളിലെ ആ ഒരു ഞാൻ. റമദാനിലെ ലക്ഷ്യം ഇതിനെ പൂർണ്ണമായി ഇല്ലാതാക്കലല്ല, അത് സാധിക്കുകയുമില്ല. പകരം അതിനെ ട്രെയിൻ ചെയ്ത് മെരുക്കി നല്ല വഴിക്ക് തിരിച്ചുവിടുക എന്നതാണ്. അതിനുള്ള ഏറ്റവും നല്ല ട്രെയിനിംഗ് ഗ്രൗണ്ടാണ് റമദാൻ. നമ്മുടെ നഫ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന പാപങ്ങളെ രണ്ടായി തിരിക്കാം. ഇത് മനസ്സിലാക്കാൻ രണ്ട് ഉദാഹരണങ്ങൾ നോക്കാം. ഒന്ന്, നമ്മുടെ പിതാവ് ആദം നബി അലഹെ. അദ്ദേഹം വിലക്കപ്പെട്ട മരത്തിൽ നിന്ന് കഴിച്ചു. അതൊരു ആഗ്രഹത്തിൽ നിന്ന്, ഒരു നിമിഷത്തെ പിഴവിൽ നിന്ന് സംഭവിച്ചതാണ്. പക്ഷെ തെറ്റു മനസ്സിലാക്കിയ ഉടനെ അദ്ദേഹം പശ്ചാത്തപിച്ചു, അള്ളാഹു പുറത്തു കൊടുത്തു. ഇനി രണ്ടാമത്തെ ഉദാഹരണം നോക്കൂ, ഇബ്ലീസിൻ്റേത്. അള്ളാഹു ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ വിസമ്മതിച്ചു. എന്തായിരുന്നു കാരണം? ഒരു ആഗ്രഹമായിരുന്നോ? അല്ല, അനാ ഹൈറുൻ മിൻഹു, ഞാനാണ് അവനേക്കാൾ ഉത്തമൻ എന്ന കിബ്ർ, അഹങ്കാരം. അപ്പോൾ നോക്കൂ, ആഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന പാപത്തിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ തിരികെ വരാം. പക്ഷേ അഹങ്കാരത്തിൽ നിന്നും വരുന്ന പാപമോ, അത് നമ്മളെ എന്നേക്കുമായി നശിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. ഈ അഹങ്കാരം എന്ന വിഷയത്തിന്റെ ഗൗരവം എത്രത്തോളമുണ്ടെന്നറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പഠിപ്പിച്ചു, ഹൃദയത്തിൽ ഒരു അണുത്തൂക്കം അഹങ്കാരമുള്ളവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. ഒരൊറ്റ അണുത്തൂക്കം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കൂ, നമ്മുടെ ഉള്ളിലെ ഈ അഹങ്കാരത്തെയാണ് റമദാനിൽ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ടതും. അപ്പോൾ റൂള് വളരെ സിമ്പിളാണ്. നമ്മുടെ ആഗ്രഹങ്ങളെ, അതായത് നഫ്സിനെ ഹലാലായ വഴിയിലേക്ക് തിരിച്ചുവിടുക, അതിനെ ചാനലൈസ് ചെയ്യുക. പക്ഷെ അഹങ്കാരമോ, അതിനെ പൂർണ്ണമായും തകർത്തുകളയുക. കാരണം അള്ളാഹുവിൻ്റെ അടുക്കൽ അഹങ്കാരത്തിന് ഒരിട്ടുപോലും സ്ഥാനമില്ല. ശരി, അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ആ സ്ഥാനത്ത് എന്തു വന്ന് നിറയും? അവിടെയാണ് സ്നേഹം വരുന്നത്. നമ്മുടെ ആരാധനകൾ അത് വെറുമൊരു കൊടുക്കൽ വാങ്ങൽ, ഒരു ഇടപാട് എന്നതിൽ നിന്ന് മാറി അള്ളാഹുവിനോടുള്ള ഒരു സ്നേഹപ്രകടനമായി മാറുന്നത് അപ്പോഴാണ്. നമുക്ക് ആ ഒരു ഘട്ടത്തിലേക്ക് പോകാം. നിങ്ങൾക്കറിയാമോ, അള്ളാഹുവിൻ്റെ ദാനങ്ങൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ദുനിയാവിലെ കാര്യങ്ങൾ, പണം, അധികാരം, സൗന്ദര്യം. ഇതൊക്കെ അള്ളാഹു അവനിഷ്ടമുള്ളവർക്കും കൊടുക്കും, ഇഷ്ടമില്ലാത്തവർക്കും കൊടുക്കും. അതൊരു പരീക്ഷണമാണ്. പക്ഷേ ഈമാൻ അങ്ങനെയല്ല. അത് അള്ളാഹു അവനേറ്റവും ഇഷ്ടമുള്ളവർക്ക് മാത്രം നൽകുന്നൊരു സ്പെഷ്യൽ ഗിഫ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടെങ്കിൽ ഒന്നോർത്തോളൂ, നിങ്ങൾ അള്ളാഹുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും സ്നേഹിക്കപ്പെട്ടവരുമാണ്.
ഈ ഒരു സ്നേഹത്തിന്റെ ചിന്ത നമ്മുടെ ആരാധനകളെ എങ്ങനെ മാറ്റിമറിക്കുമെന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹുയുടെ ജീവിതം. അവർ സദഖ കൊടുക്കുമ്പോൾ ആ പണത്തിൽ അത്തർ പുരട്ടുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ടോ? എന്തിനാണെന്നറിയാമോ? അവർ പറയുമായിരുന്നു, ഇത് ചോദിച്ചു വന്ന പാവപ്പെട്ടവന്റെ കയ്യിലെത്തുന്നതിനു മുൻപ് എന്റെ റബ്ബിന്റെ കയ്യിലാണെത്തുന്നത്. കണ്ടോ? ആ കാഴ്ചപ്പാട് മാറിയത് കണ്ടോ? അതൊരു ഇടപാടല്ല, മറിച്ച് റബ്ബിനുള്ളൊരു സ്നേഹസമ്മാനമായി മാറുകയാണ്. അപ്പോൾ നമുക്കെല്ലാ രാത്രിയും ഉറങ്ങുന്നതിന് മുൻപ് നമ്മളോട് തന്നെ ചോദിക്കാവുന്നൊരു ചോദ്യമുണ്ട്. വളരെ ശക്തമായൊരു ചോദ്യമാണിത്. ഇന്നെൻ്റെ റബ്ബ് മലക്കുകളോട് എന്നെക്കുറിച്ച് എന്തായിരിക്കും പറയുന്നുണ്ടാവുക? എൻ്റെ കാര്യത്തിൽ അള്ളാഹുവിനെ അഭിമാനിക്കാൻ എന്തെങ്കിലും ഒന്ന് ഞാനെന്ത് ചെയ്തിട്ടുണ്ടോ? എനിക്കെന്ത് കിട്ടി എന്ന ചിന്തയിൽ നിന്ന് ഞാൻ എൻ്റെ റബ്ബിനു വേണ്ടി എന്തായി എന്നതിലേക്ക് നമ്മുടെ ഫോക്കസ് മാറ്റാൻ ഈയൊരു ചോദ്യം മാത്രം മതി. ഓക്കെ, അപ്പോൾ ഈയൊരു പുതിയ ചിന്തയോടും സ്നേഹത്തിന്റെ മനോഭാവത്തോടും കൂടി റമദാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് പ്രായോഗികമായി എന്തു ചെയ്യാൻ പറ്റും? ഇനി നമ്മുടെ നിയ്യത്തിനെ പ്രവർത്തനമാക്കി മാറ്റാനുള്ള സമയമാണ്. ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഏറ്റവും നല്ല വഴി ഇതാണ്. ഷാബാൻ മാസം ഒരു ട്രെയിനിങ് ക്യാമ്പാണ്. റമദാൻ എന്ന് പറയുന്നത് വേൾഡ് കപ്പ് ഫൈനലും. ആലോചിച്ചു നോക്കൂ, ഒരു തയ്യാറെടുപ്പുമില്ലാതെ ഏതെങ്കിലും ടീം ഫൈനൽ കളിക്കാൻ ഇറങ്ങുമോ? ഒരിക്കലുമില്ല. അതുപോലെ ഷാബാനിൽ വിയർപ്പൊഴുക്കി പരിശീലിക്കുന്നവനാണ് റമദാൻ എന്ന ഫൈനലിൽ കപ്പടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ട്രെയിനിങ് എങ്ങനെ തുടങ്ങാം? ഇതാ നമുക്ക് ഇപ്പോൾ തന്നെ ചെയ്യാൻ കഴിയുന്ന 3 കാര്യങ്ങൾ. ഒന്നാമത്തേത്, പാപങ്ങളുടെ ഫയലുകൾ ക്ലോസ് ചെയ്യുക. റമദാൻ 1 തൗബ ചെയ്യാമെന്ന് കരുതി മാറ്റിവെച്ച് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ഇപ്പോൾ നിർത്തുക. ഇപ്പോൾ തന്നെ തൗബ ചെയ്യുക. രണ്ടാമത്തേത്, നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. റമദാനിൽ നമ്മുടെ സമയം കൊല്ലുന്ന സോഷ്യൽ മീഡിയ ഉപയോഗമോ സിനിമ കാണലോ എന്താണോ അത് പതിയെ കുറച്ചു കൊണ്ടുവരാൻ തുടങ്ങുക. മൂന്നാമത്തേത്, ആത്മീയമായിട്ടുള്ള വിഭവങ്ങൾ ശേഖരിക്കുക. റമദാനിൽ എത്ര ഖുർആൻ ഓതണം, എന്ത് ദുആ ചെയ്യണം, ആർക്കൊക്കെ സ്വതക്ക കൊടുക്കണം എന്നതിനെക്കുറിച്ച് ഇപ്പോഴേ ഒരു പ്ലാൻ ഉണ്ടാക്കുക. ഇതെല്ലാം കേട്ടിട്ട് അയ്യോ ഞാൻ ഒരുപാട് വൈകിപ്പോയല്ലോ, ഇനിയിപ്പോൾ ഒരുങ്ങിയിട്ട് എന്ത് കാര്യം എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? എങ്കിലൊരു കാര്യം ഓർക്കുക, 2 ആഴ്ച മുൻപ് തയ്യാറെടുക്കുന്നവൻ ഒരാഴ്ച മുൻപ് തയ്യാറെടുക്കുന്നവനേക്കാൾ നല്ലവനാണ്. ശരി തന്നെ. പക്ഷെ ഒരു തയ്യാറെടുപ്പുമില്ലാതെ റമദാനിലേക്ക് കാലെടുത്തു വയ്ക്കുന്നവനേക്കാൾ എത്രയോ നല്ലതാണ് അവസാന ദിവസം ഒരുങ്ങുന്നവൻ പോലും. അതുകൊണ്ടൊരു ചെറിയ ചുവടെങ്കിലും മുന്നോട്ട് വയ്ക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ ജുമയുടെ ഉദാഹരണം ഒന്നുകൂടി ഓർത്തു നോക്കൂ. ഏറ്റവും ആദ്യം വരുന്നയാൾ ഒരു ഒട്ടകത്തെ ബലി നൽകിയ പ്രതിഫലം നേടുന്നു. പിന്നെ വരുന്നയാൾ പശുവിനെ, പിന്നെ ആടിനെ. ഏറ്റവും അവസാനം വരുന്നയാൾക്കോ അയാൾക്കൊരു മുട്ട നൽകിയ പ്രതിഫലമെങ്കിലും കിട്ടും. ഒരുപക്ഷേ നമ്മളിപ്പോൾ ആ 5-ാം മണിക്കൂറിലെത്തി നിൽക്കുന്നവരായിരിക്കാം. ഒട്ടകത്തെയും പശുവിനെയും ബലി നൽകാനുള്ള സമയം കഴിഞ്ഞിരിക്കാം. പക്ഷെ നമ്മുടെ കയ്യിൽ അള്ളാഹുവിനായി സമർപ്പിക്കാൻ ആ ഒരു മുട്ടയെങ്കിലും ബാക്കിയുണ്ടോ? ആത്മാർത്ഥതയുള്ള ചെറിയൊരു പ്രവൃത്തി. ഈ റമദാനു വേണ്ടി നിങ്ങൾ സമർപ്പിക്കാൻ പോകുന്ന ആ മുട്ട എന്തായിരിക്കും? അള്ളാഹു നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ഒരുക്കങ്ങളെയും സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.